ഹലോ ഫ്രണ്ട്സ്, നെത്തോലി ഉണക്കമീൻ എങ്ങനെ കുഴമ്പ് രൂപത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ നല്ല രീതിയിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലോട്ട് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള എടുത്ത് അതും ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ വേവിച്ച്, അതായത് വെള്ളത്തിലിട്ട് നമ്മൾ കുറച്ച് നേരം ഇട്ടതിന് ശേഷം എടുത്താൽ നമ്മുടെ ഉണക്കമീൻ എടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ശേഷം നന്നായിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് നല്ല രീതിയിൽ വെന്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിരിക്കുന്നത് മാറ്റിയിട്ട് നോക്കുമ്പോൾ നല്ല ഒരു മണവും അതുപോലെ തന്നെ ആ നെത്തോലിയുടേതും അതുപോലെ മുളക്, ഇഞ്ചി, സവാള എല്ലാത്തിൻ്റെ നല്ലൊരു മണവും അതുപോലെ തന്നെ ഒരു കുഴമ്പ് പരുവത്തിലാകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ നെത്തോലി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് സെർവ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് സവാളയും ഗാർണിഷ് ചെയ്യാനായിട്ട് സവാളയും കരിവേപ്പിലയും കൂടെ ഇട്ടെന്നേ ഉള്ളൂ. ഇത് നല്ല രീതിയിലൊരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ മീൻ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം.